ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുമിത്രയും അതുപോലെ പൂജയും രഞ്ജിതയുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് അവർക്ക് ആ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമായിരുന്നു. അതിനുവേണ്ടി അവർ ചെന്ന് കഴിഞ്ഞപ്പോഴാണെങ്കിലോ അവിടെ കാണാൻ പാടില്ലാത്ത പല കാര്യങ്ങളുമാണ് കാണുന്നത്. എന്തായാലും പൂജയെ കയ്യിലാക്കാം, അല്ലെങ്കിൽ പൂജയെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വശത്താക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ പങ്കജ് വല്ലാണ്ട് അങ്ങ് കിടന്ന് പരിശ്രമിച്ചതാണ്. അത് പൊളിച്ചടുക്കി കൈ കൊടുത്തു അപ്പുവിൻ്റെ പ്രവൃത്തികൾ ഓരോന്നും പങ്കജിന് ഇട്ടിവെട്ട് പണിയായിട്ടായിരുന്നു വന്നത്. അപ്പുവിനിട്ട് പണി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആ പങ്കജ് അപ്പുവിനെ വിളിച്ചു വരുത്തിയത്. പക്ഷെ പണി നേരെ തിരിച്ചായി. ഈ സമയത്ത് ദീപുവും അരവിന്ദനും കൂടെ നിന്ന് സംസാരിക്കുന്ന സരസ്വതി അമ്മ കണ്ടു. സരസ്വതി അമ്മയ്ക്ക് ആകെ സംശയം, ഇവർ രണ്ടുപേരും എന്തിനാണ് ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നേ, അതിൻ്റെ ആവശ്യം എന്താ എന്നൊക്കെ ആ ഒരു രീതിയിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവർ സംസാരിച്ച് ഈ അടുത്തേക്ക്, അതായത് സരസ്വതി അമ്മയുടെ അടുത്തേക്ക് വന്നു. പിന്നെ 2 കുപ്പി മേടിക്കുന്ന കാര്യങ്ങളൊക്കെ ആയി. ഇതാണോ ഇവർ ഇത്ര നേരം കാര്യമായിട്ട് സംസാരിച്ചേ എന്നൊക്കെ പറഞ്ഞ് സരസ്വതി അമ്മ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. എന്തായാലും സരസ്വതി അമ്മ ഇവർ പറഞ്ഞ ബാക്കി കാര്യങ്ങളൊന്നും കേട്ടില്ല. ഇതേ സമയത്ത് അവിടെ കേക്ക് മുറിക്കാനും മറ്റു കാര്യങ്ങൾക്കും ഒക്കെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തുന്നു. ഈ സമയത്ത് സുമിത്രയും അതുപോലെ തന്നെ രഞ്ജിതയും കൂടെ കാണുന്നു, സംസാരിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ചിത്ര വന്ന് സുമിത്രയെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ സുമിത്രയും ചിത്രയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അപ്പുവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ സംസാരം ഇവർ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യാദൃശ്ചികമായിട്ട് സുമിത്ര പുറത്തേക്ക് നോക്കുന്നതും ഒരു വിശിഷ്ട അതിഥി അങ്ങോട്ടേക്ക് കയറി വരുന്നതും കണ്ടത്. അപ്പോൾ ആ വിശിഷ്ട അതിഥിയെ കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ സുമിത്ര ഞെട്ടിപ്പോയി. അത് വേറെ ആരും ആയിരുന്നില്ല, ആ പരമശിവമായിരുന്നു. അപ്പോൾ പരമശിവം വന്ന് കയറി പരമശിവത്തിനെ വളരെ സീരിയസ് ആയിട്ട് സ്നേഹത്തോടെ രഞ്ജിത വിളിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നു. രഞ്ജിതയാണെങ്കിൽ ഭയങ്കര സ്നേഹപ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇവർ തമ്മിൽ എന്താ ഇടപാടെന്നുള്ള കാര്യം നമ്മുടെ സുമിത്ര ഒരു നിമിഷത്തേക്ക് ചിന്തിച്ചു. അതാരായാലും ചിന്തിച്ച് പോകുമല്ലോ. സുമിത്ര എന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ ചിത്രയോട് അത് ചോദിക്കുകയും ചെയ്തു, ഇവർ തമ്മിൽ എന്താ ബന്ധം, ഇവനെന്തിനാണ് ഇവിടെ വന്നത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അറിയില്ലല്ലോ ചേച്ചി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇവർ തമ്മിലിങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞ് അങ്ങനെ സുമിത്രയുടെ മനസ്സിലെ സംശയങ്ങൾ ഇരട്ടിക്കായിട്ട് വന്നുകൊണ്ടിരിക്കുക. സുമിത്ര ഇങ്ങനെ സംശയത്തിന് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയം പങ്കജാണെങ്കിൽ എങ്ങനെ പൂജയെ തൻ്റെ അരികിലേക്ക് വശീകരിച്ച് കൊണ്ടുപോകാം എന്നുള്ള ഗവേഷണം നടത്തുക. പക്ഷേ പങ്കജിനാണെങ്കിൽ വരുന്നവരെയൊക്കെ സ്വീകരിക്കാതിരിക്കാൻ കഴിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ പങ്കജ് അവിടെ അങ്ങനെ എല്ലാവരും സ്വീകരിക്കാനായിട്ട് നിൽക്കുന്നു. പിന്നെ അപ്പുവിൻ്റെയും അതുപോലെ പൂജയുടെയും ഈ പ്രവൃത്തികളും ചിരിയും കളിയും ആ ഒരു ഇരിപ്പും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പങ്കജിന് ഭയങ്കരമായിട്ട് ദേഷ്യം. പിന്നെ പെട്ടെന്ന് തന്നെ കേക്ക് മുറിക്കാൻ പങ്കജ് തന്നെ തീരുമാനിച്ചു. വേറൊന്നുമല്ല, അത്രയും നേരം കൂടി അവരവിടെ അടുത്തിരുന്ന് ഇടപഴകത്തില്ലല്ലോ ആ ഒരു ഇതിൽ. അങ്ങനെ ആ ഒരു ചിന്തയായിട്ട് ഇവൻ നേരെ അമ്മയ്ക്ക് അരികിലേക്ക് ചെന്നു. അമ്മയെ കേക്ക് മുറിക്കാം, സമയമായി എന്നുള്ള കാര്യം പറയാം. അത് കഴിഞ്ഞപ്പോൾ ശരി കേക്ക് മുറിക്കാം. എന്നിട്ട് പിന്നെ എല്ലാവരെയും വിളിച്ച് കേക്ക് മുറിക്കാൻ പോവുകയാണെന്നും പിന്നെ അതിന് മുന്നോടിയായി ചെറിയ ഒരു കുഞ്ഞു പ്രസംഗമൊക്കെ നമ്മുടെ രഞ്ജിത ഇങ്ങനെ കാഴ്ചവെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അവർ കേക്ക് മുറിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേക്കും നമ്മുടെ പങ്കജ് എന്ത് ചെയ്തു, ഒരു അതിഥി കൂടി ഞങ്ങളുടെ കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതാരാ? അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നു, ആരാ വരാനുള്ളത്, ആരും വരാനില്ലല്ലോ. പെട്ടെന്ന് പൂജയുടെ പേര് ഈ പങ്കജ് എടുത്ത് വിളിച്ചു. പൂജയുടെ പേര് വിളിച്ചപ്പോഴത്തേക്കും പൂജ ഞെട്ടിപ്പോയി. കാരണം പൂജ ഇവൻ വിളിക്കേണ്ട യാതൊരു കാര്യമില്ലാത്തതാ, പൂജ ഇവൻ്റെ ആരും അല്ലാത്തതാ. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂജയെ വിളിച്ചപ്പോൾ ഇങ്ങനെ ഞെട്ടി. പൂജ എന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പൂജ വരൂ, കം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നു. അപ്പോൾ ഇത്രയും ആൾക്കാർ കൂടിയിരിക്കുന്നത് കൊണ്ട് പൂജയ്ക്ക് പോകാതിരിക്കാൻ പറ്റില്ല. പൂജ എന്നിട്ട് പോകാനായിട്ട് തുടങ്ങും. അപ്പുവിനെ നോക്കിയപ്പോൾ അപ്പു പറഞ്ഞു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ പൂജ അവിടെ പോയി നിൽക്കുന്നു. പൂജ അവിടെ പോയി നിന്ന സമയത്ത് പൂജയെ അടുത്ത് വന്നപ്പോൾ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ പൂജ വന്ന് ഇവരിങ്ങനെ കേക്ക് മുറിക്കുന്നു. ആദ്യത്തെ കേക്ക് പീസ് എടുത്തത് നമ്മുടെ പൂജയുടെ കയ്യിലേക്കാണ്. അത് വായിലേക്ക് വെച്ച് കൊടുക്കാനായിട്ട് പങ്കജ് നോക്കുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് ഭയങ്കര ദേഷ്യമായി. അമ്മയുടെ സ്ഥാനം അമ്മയ്ക്ക് കൊടുക്കേണ്ടതാണല്ലോ, അത് കൊണ്ടുപോയി അവൾക്ക് കൊടുക്കുന്നത് ശരിയായ ഏർപ്പാടല്ലല്ലോ. അപ്പോൾ പിന്നെ മോൻ ചെയ്തത് ശരിയായില്ല എന്നുള്ളൊരിതിൽ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളും അവിടെ നടക്കുന്ന സമയത്ത് നമ്മുടെ സരസ്വതി അമ്മ കിട്ടിയ അവസരമല്ലേ, അത് കയറി സുമിത്രയോട് പറയാം, കണ്ടോ സുമിത്രയെ, കണ്ടോ നീ വെറുതെ ഇവളെ കൊണ്ട് നടക്കുന്നത്, ഇവളെ ഇവൻ റാഞ്ചിക്കൊണ്ട് പോകും, അതിനൊരു യാതൊരു മാറ്റവും ഇല്ല, നീ നോക്കിക്കോ. പിന്നെ ഇതെല്ലാം പൂജയുടേത് തന്നെയാണല്ലോ, അപ്പോൾ പിന്നെ പൂജ അവിടെ തന്നെയാണല്ലോ ചെല്ലേണ്ടത്, പിന്നെ നമ്മളെന്തിനാ അതൊക്കെ ഓർത്ത് ടെൻഷൻ ആവുന്നതല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിങ്ങനെ പറയാം. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ പൂജ ആണെങ്കിലും ഇത് മേടിക്കാൻ മടിച്ചു നിൽക്കുക. മേടിക്ക് പൂജ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇങ്ങനെ പങ്കജ് കൊടുക്കുന്നു. പിന്നെ മേടിക്കാതിരിക്കാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പൂജ വാങ്ങിച്ചു. അങ്ങനെ ആ ഒരു സംഭവം അവിടെ ഇങ്ങനെ നടക്കുന്നതൊക്കെ കണ്ട് അപ്പുവിന് ഭയങ്കര സങ്കടം. അപ്പുവിനെ എന്നിട്ടൊരു പുച്ഛഭാവത്തോടെ ഇവൻ നോക്കി ചിരിക്കുക, കണ്ടോടാ ഞാൻ ജയിച്ചു എന്നുള്ളൊരു മാതിരിയിൽ. അങ്ങനെ ആ ഒരു ഇതിങ്ങനെ നടന്നു. ഇത് കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ ആ കേക്ക് മുറിയും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദീപുവിനെ പെട്ടെന്ന് തന്നെ പരമശിവൻ കണ്ടപ്പോൾ വിളിച്ചിട്ട് ദീപുവിനെ മാറ്റി നിർത്തി സംസാരിക്കാം. ദീപുവിനോട് കാശിൻ്റെ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പോഴേക്കും നമ്മുടെ ചിത്ര ഇത് കാണുന്നുണ്ടേ.
അപ്പോൾ ഈ ദീപു പറഞ്ഞു, അതെ ഇപ്പോൾ എന്നോട് പൈസയുടെ കാര്യമൊന്നും ചോദിക്കരുത്, എൻ്റെ ഭാര്യയും മകനൊക്കെ ഇവിടെയുണ്ട്, ഈ നിമിഷം ചോദിച്ചു കഴിഞ്ഞാൽ ആകെ വിഷയമാകും, അതുകൊണ്ട് ഇപ്പോൾ ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കരുത് പ്ലീസ് പരമശിവെന്നും പറഞ്ഞ് ഇവർ സംസാരിക്കാം. അപ്പോൾ ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചിട്ട് ഇങ്ങ് മാറി. ഈ സമയത്ത് നമ്മുടെ ചിത്രയും സുമിത്രയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഈ ദീപവും അതുപോലെ പരമശിവവും കൂടി സംസാരിക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങൾ സുമിത്ര അറിഞ്ഞു. അപ്പോൾ ദീപ് പരമശിവമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചപ്പോൾ ചിത്രയുള്ള കാര്യം സുമിത്രയോട് പറഞ്ഞു. ദീപുവേട്ടൻ ഈ പരമശിവത്തിൻ്റെ കയ്യിൽ നിന്നും പലിശയ്ക്ക് കാശ് വാങ്ങിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം അത് കേട്ട സുമിത്ര ഞെട്ടിപ്പോയി. ദീപു എന്തിനാ അവൻ്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചത്, അതിൻ്റെ ആവശ്യം എന്താ, അവൻ എന്തിനാ കാശ് മേടിച്ചത്, എനിക്കത് അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുമിത്ര തർപ്പിച്ച് പറയും. ഈ സമയത്ത് രഞ്ജിത അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ രഞ്ജിത ഇതൊക്കെ കാണും കേട്ടോ. അപ്പോൾ സുമിത്ര അങ്ങോട്ടേക്ക് ചെന്നു ദീപുവിൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. വേഗം സുമിത്ര ദീപുവിനെ വിളിച്ചു. ദീപു എനിക്ക് നിന്നെ ദീപു നീ ഇങ്ങ് വരാൻ പറഞ്ഞു വിളിച്ചു. അപ്പോൾ ചേച്ചി കണ്ടു എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും ദീപു പേടിച്ചു വിറച്ചു. കാരണം എൻ്റെ കള്ളക്കളി മുഴുവൻ പൊളിഞ്ഞു എന്നുള്ള കാര്യം ദീപുവിന് മനസ്സിലായി. ദീപു ഇങ്ങനെ പേടിച്ചു പറിച്ച് നിൽക്കുന്നത്. ചേച്ചിയുടെ പിടി വീണോ എന്നുള്ളൊരു പേടിയിലെ. എന്നിട്ട് ദീപു ചെന്ന് കഴിഞ്ഞപ്പം ചേച്ചി ചോദിച്ചു, നീ എനിക്ക് പരമശിവമായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചു. ഒരു ബന്ധമില്ല ചേച്ചി, ഒരു ബന്ധമില്ലാഞ്ഞിട്ടാണോ നീ അവൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശ് മേടിച്ചതെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് പലിശയ്ക്ക് കാശ് മേടിച്ചെന്ന് ചേച്ചിയോട് ആരാ പറഞ്ഞത് ആരെങ്കിലും ആവട്ടെ, ശരിയാണോ എന്ന് ചോദിച്ചു. അത് പിന്നെ ചേച്ചി ശരിയാണ്, പക്ഷേ ഇപ്പോൾ അതൊന്നും ചേച്ചിയോട് വിശദീകരിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല, പിന്നീട് ഞാനതിനെല്ലാം വിശദീകരിച്ച് ചേച്ചിയോട് പറയാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഇതിലായിട്ട് നമ്മുടെ സുമിത്ര അങ്ങ് ഒഴിവാക്കാം. അപ്പോൾ സുമിത്ര പറഞ്ഞു എനിക്കത് അറിയണം എന്ന്. കാരണം അനിയൻ്റെ ചതി അതെന്താണോ എന്നുള്ളൊരു സംശയം നമ്മുടെ സുമിത്രയുടെ മനസ്സിലേക്ക് വന്നു. സുമിത്ര ഇത് കണ്ടുപിടിക്കും, അത് 100% ഉറപ്പുള്ള കാര്യം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവർ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങും. അതായത് ഈ സുമിത്രയും പൂജയും ഇവരെല്ലാവരും പോകാനായിട്ട് ഇറങ്ങുമ്പോൾ രഞ്ജിത അടുത്തേക്ക് വന്നിട്ട് അതിൻ്റെ ഇടയ്ക്കും ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. ഇതെല്ലാം തരണം ചെയ്തിട്ടൊക്കെയാണ് സുമിത്ര ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഒരു മാലയുടെ പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നു. പോകാൻ ഇറങ്ങിയ സുമിത്രയുടെ അരികിലേക്ക് രഞ്ജിത വന്നിട്ട് ശരിയെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ വന്നവർ ഓരോരുത്തരോടും സുമിത്രയുടെയും അതുപോലെ പൂജയുടെ ഒക്കെ മുന്നിൽ വെച്ച് രഞ്ജിത പെരുമാറിയ ഒരു വിഷയം രഞ്ജിത എടുത്തിടുക. ഇവിടെ വന്നവരിൽ കൊടുക്കേണ്ട ബഹുമാനവും കൊടുക്കേണ്ട മാന്യതയും കൊടുക്കേണ്ടവർക്ക് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. ഓരോരുത്തരോടും ഞാൻ കാണിച്ച ഇടപെടൽ വെച്ച് അവരവർക്ക് കിട്ടേണ്ട സ്ഥാനം എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞപ്പം, രഞ്ജിതേ ഇപ്പോഴത്തെ സ്ഥാനം നിനക്ക് തന്നെയായിരിക്കും. പിന്നെ നീ ഒരു സ്ഥാനം തന്നിട്ട് വേണ്ട ഞങ്ങൾക്ക് നിൽക്കാൻ. ഞങ്ങൾ ഏത് സ്ഥാനത്ത് നിൽക്കണമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നീ ഏത് സ്ഥാനത്ത് നിൽക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും എൻ്റെ മോളുവാണ്. ഞങ്ങളൊന്ന് തീരുമാനിച്ചാൽ നിൻ്റെ സ്ഥാനമാനങ്ങളൊക്കെ തെറിക്കുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ തീരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നോക്കിയും കണ്ടൊക്കെ മുന്നോട്ട് പോയാൽ നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു നമ്മുടെ സുമിത്ര അത് പറഞ്ഞത് കേട്ടപ്പോഴത്തേക്ക് രഞ്ജിതയ്ക്ക് ഭയങ്കര ദേഷ്യം. രഞ്ജിത്ത് എന്നിട്ട് കലിപ്പോടുകൂടി സുമിത്രയെ നോക്കുക. സുമിത്രയ്ക്ക് ഇതൊക്കെ പോട്ടെ പുല്ല് എന്നുള്ള രീതിയിലാണ് സുമിത്ര നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു സൂപ്പർ ഹിറ്റ് വിശേഷമൊക്കെ ആയിട്ട് നാളത്തെ നമ്മുടെ കഥ വരുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി.